ഹലോ. അപ്പോൾ ഷിബു അങ്ങനെ ഗോവിന്ദിനോട് പറയാണ് കേട്ടോ, ഞാനാലോചിച്ചിട്ട് നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ജഞ്ചു ആരാണെന്ന് ഗീതുവിനോട് നീ തുറന്നു പറയണം. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, അങ്ങനെ എന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജന്മം തന്നത് ആരാണെന്ന് കൂടി ഞാൻ പറയേണ്ടി വരില്ലേ? തീർച്ചയായും വേണം. എങ്കിലേ നീയും രഞ്ജുവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഗീതുവിന് മനസ്സിലാവത്തുള്ളൂ. ആ സ്ത്രീ എൻ്റെ അമ്മയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാളും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതിനാ ഒരു ദിവസം കോൺട്രാക്ട് അവസാനിപ്പിച്ച് പോകാൻ നിൽക്കുന്ന ഗീതുവിനോട് ഞാൻ ഇതൊക്കെ പറയുന്നത്? അങ്ങനെ ഒരാൾ എൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയണ്ട. അപ്പൊ ശിവു ചോദിക്കാണ്, ഗീതു തമ്മിലുള്ളത് വെറും ഒരു കരാർ മാത്രമാണെങ്കിൽ നീ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എത്രയും പെട്ടെന്ന് ആ കരാർ അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ പോരെ? അപ്പോൾ ഒന്നും പറയാനാവാതെ ഇരിക്കുവാണ് കേട്ടോ ഗോവിന്ദ്. ഈ പെട്ടെന്ന് ഈ ഓരോ കടുക്കിൽ നിന്നും അവൾ രക്ഷപ്പെട്ടെന്ന് പോയെന്ന് അങ്ങോട്ട് വിചാരിക്കേ. അങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഇങ്ങനെ മദ്യപിക്കാണ് കേട്ടോ ഗോവിന്ദ്. ഗോവിന്ദ്, നിന്റെ മനസ്സിൽ വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഗീതു രഞ്ജു തമ്മിലുള്ള ഇഷ്യൂസ് മാത്രമല്ല നിന്റെ പ്രശ്നം. ഗീതിന്റെ പരിഭവങ്ങൾ ആസ്വദിച്ച് മദ്യം ഒഴിവാക്കിയ നീ എന്തിനാ മദ്യപിക്കുന്ന വീണ്ടും? അവളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഗോവിന്ദ് പറയണം, അവൾക്ക് അങ്ങനെ വലിയ വേദനയൊന്നും തോന്നില്ല. എന്താ നിന്റെ പ്രശ്നം എന്ന് വീണ്ടും ചോദിക്കാണ് കേട്ടോ ഗോവിന്ദിനോട്. ഗോവിന്ദ് പറയുന്നുണ്ടോ, ഇല്ല എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജുവിന്റെ കോള് വരാണ് കേട്ടോ. അപ്പോൾ രഞ്ജു ചോദിക്കാണ്, ഗോവിന്ദേട്ടൻ എവിടെ? ഞാൻ കുറേ അന്വേഷിച്ചു, കണ്ടില്ലല്ലോ. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെയാ, ഏതൊരു കമ്പനിയിലാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. ഞാനൊരു കാര്യം പറഞ്ഞ ബോധത്തോടെ കേൾക്കാൻ പറ്റിയ അവസ്ഥയിലാണോ ഇപ്പോൾ എന്ന് ചോദിക്കാണ്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ രേഖ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. കുഴപ്പമില്ല, നീ പറഞ്ഞോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, എൻ്റെ ബയോഡേറ്റ ഗോവിന്ദേട്ടൻ അയക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അയച്ചപ്പോൾ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് അത് ഗോവിന്ദേട്ടൻ അയക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, നീ അത് ഗീതുവിന് കൊടുത്താൽ ഓക്കെ ആവും. അവളുടെ കയ്യിലെ ബയോഡേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏക്കും അനുവദിക്കുന്നില്ലെന്ന് പറയാണ് രഞ്ജു. അവളൊരു പ്രതികാരദാഹിയൊന്നല്ല, ഒരു പാവാണെന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. നിനക്ക് നിന്റെ അമ്മയോടുള്ള ദേഷ്യം എന്തിനാ നീ ആ പാവത്തിനോട് തീർക്കുന്നത്? അപ്പോൾ രഞ്ജു പറയണം, അതല്ലല്ലോ ഇപ്പോഴത്തെ ടോപ്പിക്ക്. ഞാനിപ്പോൾ ബയോഡേറ്റ് ഗോവിന്ദേട്ടനെ അയക്കും. പക്ഷേ ഫോർമാലിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് അത് ഗോവിന്ദേട്ടൻ ഒരിക്കലും ഗീതുവിന് കൈമാറരുത്. എൻ്റെ അപ്പോയിൻമെൻറ്റ് അവൾ തന്നാലേ അതെൻ്റെ തോൽവിയാണ്. പ്ലീസ് ഗോവിന്ദേട്ടൻ എന്നെ തോപ്പിക്കരുതെന്നൊക്കെ പറയാൻ കേട്ടോ രഞ്ജു. അങ്ങനെ ഗോവിന്ദ് സമ്മതിക്കാൻ, ഓക്കെ ഇത് നമ്മൾ തമ്മിൽ മാത്രമേ അറിയാൻ പാടുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷേ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് രേഖ കേൾക്കുന്നുണ്ട് കേട്ടോ. രേഖ അങ്ങനെ പെട്ടെന്ന് ഓടി ചെന്നിട്ട് ഗീതുവിനോട് പറയാണ്, രഞ്ജു മിക്കവാറും നിനക്കൊരു പാരയായിട്ട് മാറും. AGM-ൽ അവൾ ജോലിക്ക് കയറുന്നത് തന്നെ നിന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ അവൾ ഇതുവരെ ജോലിക്ക് എടുത്തിട്ടില്ലെന്ന് പറയാണ് ഗീതു. ഞാൻ അറിയാതെ അവിടെ ഒരു നിയമനോ നടക്കില്ല. രേഖേച്ചി അല്ലെങ്കിൽ ചെയർമാനെ നേരിട്ട് ശുപാർശ ചെയ്യണം. അതെ, ചെയർമാൻ അടുത്ത ആളല്ലേ രഞ്ജു, അവൾ പറയുന്നതല്ലേ ഇപ്പോൾ ഗോവിന്ദേട്ടൻ കേൾക്കൂ. പിന്നെ ജോയിൻ ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? അവളുടെ അടുപ്പക്കാരനായ ചെയർമാൻ തന്നെയാണ് പറഞ്ഞത് ആദ്യം രഞ്ജുവിൻ്റെ ബയോഡേറ്റ് എനിക്ക് അയച്ചു തരണമെന്ന്. അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ അവളുടെ ഫയൽ കണ്ടിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. ആ ഫോർമാലിറ്റീസ് ഒന്നും രഞ്ജുവിൻ്റെ കാര്യത്തിലുണ്ടാവില്ലെന്ന് പറയാൻ കേട്ടോ രേഖ. അവളിപ്പോൾ ഗോവിന്ദേട്ടനുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ബയോഡേറ്റ ഗോവിന്ദേട്ടന് അയച്ചു കൊടുക്കാനാണ് അവളുടെ പ്ലാൻ. അവൾ ഒരിക്കലും നിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കില്ല ഗീതു. അവളുടെ ഈഗോ അതിനെ അനുവദിക്കില്ല. രഞ്ജു ഗോവിന്ദേട്ടൻ വഴി AGM-ൽ എത്താനുള്ള കളികളാണ് കളിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോഴാണ് നീ നിന്റെ അധികാര അവകാശം ഉപയോഗിക്കേണ്ടത്. ഒരു കാരണവശാലും രഞ്ജു AGM-ൽ ജോയിൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗീത പറയാണ്, അവൾ AGM-ൽ എടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതല്ല എൻ്റെ പ്രശ്നം. കണ്ണേട്ടൻ അവൾ പറയുന്നത് അനുസരിക്കണമെങ്കിൽ രഞ്ജു ആരായിരിക്കും? അതാണ് എനിക്ക് അറിയേണ്ടതെന്നൊക്കെ പറയാൻ കേട്ടോ ഗീതു. അതിന് വേണ്ടിയിട്ട് അവളുടെ ബയോഡേറ്റ എനിക്ക് അയക്കണമെന്ന് ഞാൻ വാശി പിടിച്ചത്. അതിൽ അവളുടെ അഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അതല്ലേ ഇപ്പോൾ അവൾ ഗോവിന്ദേട്ടന് അയച്ചു കൊടുത്തത്, ഫോണിലേക്കായിരിക്കും അയച്ചു കൊടുത്തത്. അതിൽ നിന്ന് എങ്ങനെ നീ ബയോഡേറ്റ പൊക്കും? ഗോവിന്ദേട്ടൻ്റെ ഫോണിലേക്കാണ് അവൾ അയച്ചതെങ്കിൽ അതിൽ നിന്ന് ബയോഡേറ്റ കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പമാണ്. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ ഗീതു. അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തന്നെ അവളുടെ വീട്ടിൽ പോയി അച്ഛനെയോ അമ്മയോ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കാണും ഞാൻ. ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന രഞ്ജുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യപ്പെടും. അല്ലെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് തുരുത്തും. അപ്പോൾ രേഖ പറയാണ്, രഞ്ജു നമ്മുടെ ഗോവിന്ദേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ ഗോവിന്ദേട്ടൻ ആരോ ആയിട്ടുള്ള മദ്യ കമ്പനിയിലാണെന്ന് എനിക്ക് തോന്നിയത്, ബാറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഗോവിന്ദേട്ടൻ വരുന്നത് മദ്യലഹരിയിലാണെങ്കിൽ ഈസി ആയിട്ട് ഞാൻ ആ ഫോണിൽ നിന്ന് രഞ്ജുവിൻ്റെ അഡ്രസ്സ് എടുത്തിരിക്കുന്നു പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗീതുവിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. വിജയലക്ഷ്മിയാണ് കേട്ടോ നമ്മുടെ ഗീതുവിനെ വിളിക്കുന്നത്. അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, നീ ഇപ്പം എന്നെ വിളിക്കാറേ ഇല്ലല്ലോ, നേരത്തെ എല്ലാ ദിവസവും നീ വിളിക്കുന്നതായിരുന്നു. എന്നോട് എന്തെങ്കിലും പിണക്കമുണ്ടോ നിനക്ക്? അപ്പോൾ ഗീതു പറയാണ്, അങ്ങനെയൊന്നുമില്ലാമോ അമ്മേ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വിളിക്കാൻ തോന്നിയില്ല. അയ്യോ, എന്താ പുതിയ വിഷയങ്ങളൊന്ന് ചോദിക്കാൻ കേട്ടോ വിജയലക്ഷ്മി. പെട്ടെന്ന് ഗീത ഇങ്ങനെ ആലോചിക്കുകയാണ്, രഞ്ജുവായിട്ട് അമ്മയ്ക്ക് എന്തോ ബന്ധമുണ്ട്, അതുകൊണ്ട് അവളെക്കുറിച്ച് എന്തായാലും ഒന്നും പറയണ്ട. വിജയലക്ഷ്മി വീണ്ടും ചോദിക്കണ്ട, എന്താ മോളെ അവിടെ എന്താ പ്രശ്നം? ഗോവിന്ദിൻ്റെ ഫ്രണ്ടുമായിട്ടാണോ? അവൾ ആരാണെന്ന് നീ കണ്ടുപിടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീത ഇങ്ങനെ അഭിനയിക്കുകയാണ്, ഞാനതൊക്കെ അവസാനിപ്പിച്ചു, ഞാൻ ഇനി അതിൻ്റെ പുറകെ പോകുന്നില്ല.
IAS കോച്ചിങ്ങിനുള്ള ചില ബുക്സ് വാങ്ങിച്ചു. ഇനി ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിജയലക്ഷ്മി പറയാണ്, ഓ ആ തീരുമാനം എന്തായാലും നന്നായി എന്ന് പറയാൻ കേട്ടോ സന്തോഷത്തോടെ. ഗോവിന്ദനെ കൂടെ നിർത്തിയിട്ട് നീ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം. ഒപ്പം AGMൻ്റെ കാര്യങ്ങളിലും നിൻ്റെ ഒരു ശ്രദ്ധ ഉണ്ടാവണം. ഇത് പറയണ AGMൽ നിന്ന് ഞാൻ എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. ഓ അപ്പോൾ നിനക്ക് കണ്ണേട്ടനെ കുറിച്ചുള്ള കരുതൽ അത്രേ ഉള്ളൂ എന്ന് ചോദിക്കാൻ കേട്ടോ വിജയലക്ഷ്മി. അപ്പോൾ ഗീത പറയാണ്, മറ്റൊന്ന് എന്നെ ഓർമ്മിപ്പിക്കേണ്ട, ഇപ്പോൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തല്ലേ എന്നൊക്കെ പറയാണ്. നാളെ കാണാൻ പറ്റുമെന്ന് വിജയലക്ഷ്മി ചോദിക്കുമ്പോൾ എനിക്കൊരു കോച്ചിങ് സെൻറ്ററിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഗീതു. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഗീതു. അപ്പോൾ വിജയലക്ഷ്മി ഇനി ചിന്തിക്കേണ്ട ഗീതുവിന് എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, എന്തായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ രഞ്ജു ആരാണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ അമ്മയുടെ മുമ്പിൽ എത്തുന്നുള്ളൂ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് പിന്നെ ഷിബുവിനെ നമ്മുടെ ഗോവിന്ദനാണ് കേട്ടോ. ഗോവിന്ദ് അങ്ങനെ മദ്യപിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഷിബു പറയുന്നുണ്ട് ഗീതുവിനോട്, എന്തായാലും നീ ഇന്ന് തന്നെ സംസാരിക്കണം, നീ ഇന്ന് ഫിറ്റൊന്നുമല്ലല്ലോ. ഞാൻ ഫിറ്റൊന്നുമല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പിരിയുവാണ് കേട്ടോ. അങ്ങനെ ഗോവിന്ദ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു വിളി വെക്കാണ് കേട്ടോ. നോക്കുമ്പോൾ നമ്മുടെ കിഷോറാണ് കേട്ടോ. കിഷോർ അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ ബാറിലിരിക്കുകയാണ്. കിഷോർ വന്നിട്ട് പറയാണ്, ഓഫീസിലെ CCTV ഓഫ് ചെയ്തത് എന്തിനാന്ന് സാർ മേഡത്തിനോട് ചോദിച്ചല്ലേ, അതിലെനിക്ക് സാറിനോട് തീരാത്ത നന്ദിയുണ്ട്, കടപ്പാടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കണം, നീ എന്തിനാ നന്ദി പറയുന്നത്? അല്ല, ഗീതു മേഡം ഇനി ക്യാബിനിൽ വെച്ചിട്ട് എന്നെ ശല്യപ്പെടുത്തില്ലല്ലോ, അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സമാധാനമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചിട്ട് പറയാണ്, ഗീതു നിന്നെ എങ്ങനെ ശല്യപ്പെടുത്തിയെന്നാണ് നീ പറയുന്നത്? സാർ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ കിഷോർ. ദേഷ്യപ്പെട്ട് ഗോവിന്ദ് പോകാൻ ഇറങ്ങുമ്പോൾ പിന്നെയും പിടിച്ചു നിർത്താണ് കേട്ടോ. അപ്പോൾ കിഷോർ പറയാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും മേഡം എന്നെ വെറുതെ വിടുന്നില്ല, രണ്ടുപേരും വേറെ വിവാഹം കഴിച്ച് ജീവിക്കല്ലേ, പക്ഷെ മേഡം പഴയതൊന്നും മറന്നിട്ടില്ലെന്നൊക്കെ പറയാണ് കേട്ടോ കിഷോർ. ഇത് കേട്ടിങ്ങനെ ദേഷ്യം വന്ന് നിൽക്കാണ് കേട്ടോ ഗോവിന്ദ്. അപ്പോൾ കിഷോർ പറയാണ്, ഞാനും മൊത്തമുള്ള പഴയ ജീവിത ബന്ധത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ പിറകെയാണ് ഇപ്പോഴും മേഡം, അതെന്നോട് പലവട്ടം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പറയാണ്, വയറ് നിറച്ച് കള്ളം കുടിച്ചിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ട് നീ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ കിഷോർ പറയുന്നത്, ഞാൻ പറഞ്ഞത് കള്ളല്ല സാറേ, തല്ലിക്കോ, എത്ര വേണേലും തല്ലിക്കോ, പക്ഷേ എനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞാണേ സത്യം, ഞാൻ കള്ളം പറയുന്നതല്ല എന്നൊക്കെ പറയാൻ കേട്ടോ കിഷോർ. കേട്ടിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് കേട്ടോ ഗോവിന്ദ്. ഇതിൻ്റെ മുഖഭാവത്തിൽ നിന്ന് കിഷോറിന് മനസ്സിലായി കിഷോറിൻ്റെ വാക്കുകളെല്ലാം നന്നായിട്ട് ഗോവിന്ദിനെ കൊള്ളുന്നുണ്ടെന്ന്. അപ്പോൾ കിഷോർ പറയാണ്, നിങ്ങളിതുവരെയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ലെന്നൊക്കെ മേഡം എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടുവാണ് കേട്ടോ ഗോവിന്ദ്. അത് ശരിയാണോ സാറേന്ന് ചോദിക്കുകയാണ് കിഷോർ. എൻ്റെ 3 വർഷത്തെ ബോണ്ട് ഒന്ന് റദ്ദാക്കി തരണം, ഞാൻ എൻ്റെ ഭാര്യേനെയും കുഞ്ഞിനെയും കൊണ്ട് മേഡത്തിൻ്റെ കണ്ണെത്താത്ത ദൂരത്ത് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്നൊക്കെ പറയാൻ കേട്ടോ കിഷോർ. ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ, ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഗോവിന്ദ് അങ്ങനെ അവിടെ ഉന്തി അങ്ങോട്ട് മാറ്റുവാണ്. ഇതെല്ലാം കിഷോറിൻ്റെ അഭിനയമായിരുന്നു കേട്ടോ, അവൻ മദ്യപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അഭിനയിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, ഞാൻ മദ്യപിച്ചില്ലൊക്കെ കേട്ട് പറഞ്ഞതാണെന്ന് വിചാരിച്ച് എല്ലാം വിശ്വസിച്ചു, AGMൻ്റെ മുതലാളി അങ്ങനെ തകർന്നിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാറിൽ നിന്ന് ഇറങ്ങാൻ പോയ ഗോവിന്ദ് ഇതെല്ലാം കേട്ടിട്ട് പിന്നെയും തിരിച്ച് കയറി അവിടെ നിന്ന് വീണ്ടും മദ്യപിക്കുകയാണ് കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ ആ CCTVയുടെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. കിഷോർ ഇങ്ങനെ ഗീതുവിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വന്നതും ഇങ്ങനെ ചുണ്ടൊക്കെ പയ്യെ തുടയ്ക്കും പോലെ കാണിച്ചതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്നാലോചിച്ച് വീണ്ടും വീണ്ടും മദ്യപിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. അടുത്ത സീരിയൽ കാണിക്കുന്ന കിഷോറിനെയും ഭദ്രേനെയാണ് കേട്ടോ. കിഷോർ അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഗീതുവുമായിട്ട് സംസാരിച്ച സംഭാഷണങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗീതുവിൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിലാണ് പിറക്കേണ്ടിയിരുന്നതെന്നൊക്കെ കിഷോർ പറയുന്നതും, അപ്പോൾ തിരിച്ചിട്ട് ഗീതു ഇങ്ങനെ പറയാണ്, അവർണിക പ്രഗ്നൻ്റ് ആണെന്ന് എൻ്റെ മുമ്പിൽ വെച്ച് ഡോക്ടർ പറഞ്ഞപ്പോൾ എന്നെ ഞെട്ടിപ്പോയി, നിന്നെപ്പോലൊരു ദുഷ്ടനെ എങ്ങനെ ഒരു കുഞ്ഞിനെ സ്നേഹിക്കാനാവും എന്നൊക്കെ പറഞ്ഞതൊക്കെ, അങ്ങനെയൊക്കെ ഗീതു പറഞ്ഞതെല്ലാം ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ കിഷോർ. അപ്പോൾ ഭദ്ര ചോദിക്കേണ്ടത്, നീ ഈ റെക്കോർഡിങ് വെച്ചിട്ട് എൻ്റെ മോളെ എങ്ങനെ കൊടുക്കാനാ? അപ്പോൾ കിഷോർ പറയാണ്, ഇതിൽ കുറച്ച് ഡയലോഗ് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റും, എന്നിട്ട് അത് കഴിഞ്ഞത് കൂട്ടി യോജിക്കുമ്പോൾ ഇതൊരു ബോംബായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ വോയിസ് എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കേൾപ്പിക്കാണ് കേട്ടോ ഭദ്രനെ, ഇനി ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കാൻ. അപ്പോൾ വോയിസിൽ ഇങ്ങനെ ഗീതു പറയാണ്, എൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അവർണിക പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്, അത് കേട്ടിട്ട് എൻ്റെ മുഖം വിളറിയത് കണ്ടിട്ട് അവർണിക എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ കിഷോർ ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെയാണ് നീ പ്രതീക്ഷിച്ചതെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നോ? അപ്പോൾ പറയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നെങ്കിലേ അവൾ അപ്പം തന്നെ ആത്മഹത്യ ചെയ്തേനെ, എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന് നന്ദിയുണ്ട് ഗീതു എന്നൊക്കെ കിഷോർ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, ഇതിപ്പോൾ ഈ സംഭാഷണം ബോംബായില്ലേ? അപ്പോൾ ഭദ്രൻ പറയാണ്, ഓ നീ ഒരു കിടുക്കാച്ച കമ്പ്യൂട്ടർ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് കേട്ടോ കിഷോറിനെ. അപ്പോൾ കിഷോർ പറയാണ്, ഇതാണ് കിഷോറിൻ്റെ കളി,
ഇത് മതി രണ്ട് ബന്ധങ്ങൾ തകരാന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുവാണ് കേട്ടോ.